രാഹുൽ ഈശ്വർ അറസ്റ്റിലേക്ക്. പ്രേക്ഷകരെ, രാഹുൽ ഈശ്വർ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട്ട് എത്തും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ ഈശ്വർ സ്ത്രീത്വത്തെ അപമാനിച്ചു, IT ആക്ട് പ്രകാരം, IT ആക്ട് 67 പ്രകാരം അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പ്രതികളുടെ പട്ടികയിൽ രാഹുലും ഉൾപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. രാഹുൽ നാളെ പാലക്കാട് എത്താതിരിക്കുവാനുള്ള പല ക്രമീകരണങ്ങളും ഇവർ ചെയ്തു എങ്കിലും അതെല്ലാം പൊളിയുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു IPS ഉദ്യോഗസ്ഥയെ അടക്കം അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ആ യുവതിയെ ഭീഷണിപ്പെടുത്തി മൊഴികളെടുക്കുവാൻ ശ്രമിച്ചു, അത് നടന്നില്ല. പലതരം ആരോപണങ്ങളും കത്തിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു അവേർഷൻ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു, അതും നടന്നില്ല. രാഹുൽ പാലക്കാട്ടെത്തുവാൻ ജനങ്ങളുടെ മുറവിളി തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ സമൂഹ മാധ്യമങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഒതുക്കി വിരട്ടി അകത്താക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഇത് കണ്ട് മറ്റുള്ളവർ പേടിക്കും എന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ടാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ യാതൊന്നും സംസാരിച്ചില്ല എങ്കിലും ആ പരാതിക്കാരിയുടെ പേര് മാത്രമാണ് രാഹുൽ പരാമർശിച്ചിരിക്കുന്നത്. അവരെ അവഹേളിക്കുന്ന തരത്തിലോ മോശമായ യാതൊരു പരാമർശങ്ങളും രാഹുൽ നടത്തിയിട്ടില്ല എന്നിരിക്കെ രാഹുലിനെ ഈ കേസിൽ കുടുക്കി അകത്താക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം, രാഹുൽ പറയുന്നത് ജനങ്ങളുടെ മനസ്സിലെത്തി ഈ കാര്യങ്ങൾ, ഈ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ രാഹുൽ ഒരു പങ്ക് വഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഇപ്രകാരം ഒരു കേസെടുത്ത് അകത്താക്കുവാൻ നോക്കുന്നത്. എന്നാൽ ഈ ഇടുന്ന കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്നിവർക്ക് തന്നെ അറിയാം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഒരു പേടിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് രാഹുൽ ഇന്ന് ഏതാനും അല്പസമയം മുമ്പ് അദ്ദേഹം എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് വളരെ വ്യക്തമായി വരുന്നു. നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു യുവതി ഒരു സുപ്രഭാതത്തിൽ നടി എന്നും പറഞ്ഞു വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ഗുരുതര ആരോപണങ്ങൾ നടത്തുന്നു. ഒരു യുവ MLA നാണം കെടുത്തി അപമാനിച്ച് യാതൊരു തെളിവുകളുമില്ല എങ്കിലും അവർ പരാതിക്കാരല്ലെങ്കിലും യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഈ IT ആക്ട് 67 അനുസരിച്ച് പുരുഷത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ് കേസെടുക്കേണ്ടുന്നത് ഈ യുവതിക്കെതിരെയല്ലേ? ഇപ്രകാരം ഒരു യുവത്വത്തെ അവഹേളിച്ച, ഒരു യുവ MLA അപമാനിച്ച, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതവും പേഴ്സണൽ ലൈഫും നശിപ്പിച്ച, അല്പവസ്ത്രധാരിയായി വന്ന് നഗ്നതാ പ്രസംഗം നടത്തിയ ഈ യുവതിക്കെതിരെയായിരുന്നില്ലേ നടപടിയെടുക്കേണ്ടത്? എന്നാൽ അതൊന്നും ഉണ്ടാകാതെ ഈ കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുന്നത് കണ്ട്, അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് കണ്ട് അതിനെതിരെ പ്രതികരിച്ച രാഹുൽ ഈശ്വർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലൂടെ ഭരണകൂടത്തിനു വേണ്ടി ഈ തിരക്കഥയെല്ലാം രചിച്ച കേക്കച്ചനും എല്ലാം വിചാരിക്കുന്നത് ഒരു രാഹുൽ ഈശ്വരെ അകത്തിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കും എന്നാണ്. എന്നാൽ തെറ്റി. എടാ പൊടാ കേക്കച്ച, ഇതിലും വലിയ പെരുന്നാളുകൾ വന്നിട്ടുള്ളപ്പോൾ പേടിക്കാത്ത ചങ്കുറപ്പുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് അവസാന ശ്വാസം വരെ. ഇതിന്റെ പേരിൽ ജീവൻ പോകേണ്ടി വന്നാലും പോടാ പുല്ല എന്നും പറഞ്ഞ് പ്രതികരിക്കുന്ന ആമ്പിള്ളാറുണ്ട് ഈ നാട്ടിൽ. എന്തൊക്കെ സംഭവിച്ചാലും, ഈ ഭൂലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഒരിഞ്ച് പിന്നോട്ട് പോകാത്ത അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്യുന്ന ആണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് നീയൊന്നും മറന്നു പോകരുത്. അതുകൊണ്ട് ഞങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ, ഒരു രാഹുലിന്റെ ശബ്ദം നിലച്ചാൽ നൂറുകണക്കിന് രാഹുൽമാർ ഇവിടെ ഉയർത്തെണീൽക്കും എന്ന് നീയൊക്കെ മനസ്സിലാക്കുക. ഇത്തരം ചെയ്തികളിലൂടെ
പേടിപ്പിക്കാമെന്ന് കരുതരുത്. രാഹുൽ ഈശ്വർക്ക് സകല പിന്തുണയും കൊടുക്കുന്നു. ഏത് എക്സ്റ്റന്റ് വരെയും ഒരു നീതി നേടുവാൻ ഈ രാഹുലിനോടൊപ്പം ഞങ്ങളും ഉണ്ടാവും, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുണ്ടാവും എന്ന് ഉറക്കെ പറയുകയാണ്. നമുക്ക് രാഹുൽ ഈശ്വറിന്റെ ആ പത്രസമ്മേളനം നമുക്ക് ഉടൻ തന്നെ കാണാം. അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഭരണകൂടത്തെ വിമർശിച്ച ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്കെതിരെ ഉൾപ്പെടെ നിരവധി കള്ളപ്പരാതികൾ പലരും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടത്തി ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഉപകരണങ്ങളടക്കം ഇവന്മാർ എടുത്തുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും ഞങ്ങളുടെ ശബ്ദം നിലയ്ക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയില്ല. ബഹുമാനപ്പെട്ട കോടതി അവിടെയെല്ലാം ഞങ്ങളുടെ രക്ഷകരായി എത്തിയിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ ഒരു വാക്കുപോലും ശബ്ദിക്കരുത് എന്ന കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി അനുകൂലമായ വിധികൾ സമ്പാദിക്കുകയും കീഴ്ക്കോടതികളെ സുപ്രീം കോടതി അടക്കം നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഉത്തരവുകൾ നേടുവാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. അത്തരം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൽ ഇന്നേ വരെ തോറ്റിട്ടില്ലാത്ത, ഇന്നേ വരെ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, സത്യത്തിനു വേണ്ടി എന്നും സത്യത്തെ മുറുകെ പിടിച്ചു പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉമ്മാക്കികളൊന്നും കണ്ട് പേടിക്കുന്നവരല്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് വെറും ഉള്ളി പൊലിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമേ ഉള്ളൂ. രാഹുൽ ഈശ്വറെ ഇതുപോലെ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്താൽ ഈ വകുപ്പുകളൊന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല. സത്യം പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കലാകുന്നത്? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കോടതി ചോദിക്കില്ലേ, നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവിടെ കോടതി ഉണ്ടെന്നിരിക്കെ, ഇവിടെ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ അവരെ ആരെയും സമീപിക്കാതെ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വ്യക്തിഹത്യ ചെയ്യുവാൻ നിങ്ങൾക്ക് ആരവകാശം നൽകി എന്ന ചോദ്യം കോടതി ഉന്നയിച്ചാൽ ഇവർ എന്ത് മറുപടി പറയും? ഇവർക്കൊന്നും പറയുവാൻ സാധിക്കത്തില്ല. ഇത് ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കുവാൻ രാഹുൽ നാളെ പാലക്കാട്ട് എത്തുന്നത് മറ്റു മാധ്യമങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെയും ഭയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരുപക്ഷെ എന്നെ അടക്കം അറസ്റ്റ് ചെയ്തേക്കാം, ഏത് നിമിഷവും നമ്മളും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, കള്ളക്കേസുകളിൽ കുടുക്കിയേക്കാം. പക്ഷേ അതിനെയൊന്നും ഞങ്ങൾ കാര്യമായി എടുക്കുന്നില്ല. അവസാന ശ്വാസം വരെ സത്യത്തിനു വേണ്ടി ഞങ്ങൾ പോരാടും, സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം കള്ളക്കേസുകൾക്കൊന്നും ഞങ്ങളുടെ ഒന്നും മനസ്സിൽ ഒരു ചെറിയ ഒരു ചലനം പോലും ഉണ്ടാക്കുവാൻ സാധിക്കത്തില്ല. വർദ്ധിത വീര്യത്തോടെ ഇതിലും ശക്തിയായി തന്നെ ഞങ്ങളുടെ പ്രതികരണങ്ങൾ തുടരും എന്ന് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉടൻ തന്നെ നമുക്ക് രാഹുൽ ഈശ്വർ എറണാകുളത്ത് അല്പസമയം മുമ്പ് നടത്തിയ ആ പത്രസമ്മേളനം നമുക്ക് കാണാം. ഇനിയും i2i ന്യൂസ് റിയാക്ട് 4 നിങ്ങൾ കാണാൻ പോകുന്നത് എറണാകുളത്ത് രാഹുൽ ഈശ്വർ നടത്തിയ ആ പത്രസമ്മേളനം കാണാം. രാഹുൽ ഈശ്വറിന്റെ പത്രസമ്മേളനത്തിലേക്ക്. റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ ബെയിലബിൾ ഒഫൻസ് വരാൻ റിനി മദർ തെരേസ വല്ലതുമാണോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ? ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത്. പോലീസ് ആദ്യം ഹണി റോസിനോട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, രണ്ടാമത് നിയമോപദേശം എടുത്തു, ഇപ്പോഴും കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു? അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു. റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്? എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ്. പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് IT ആക്ട് 67 ആണ്. കാര്യം എന്താ? ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിനൊരു ഗുമ്മുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അപകീർത്തി എന്ന് പറയുന്ന ഡിഫമേഷൻ BNS പ്രകാരം ബെയിലബിൾ ആണ്, മറ്റേത് നോൺ ബെയിലബിൾ ആണ്. ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രഷർ ഉള്ളതുകൊണ്ടാണ്. കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസിന് എനിക്കെതിരെ ഉള്ളത്. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ്. ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞു കാണും, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പോലീസ് 35 BNS 35 ഇട്ടിട്ടുണ്ട്. 35 എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ, കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ പല സ്ഥലത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എനിക്ക് മോശം മെസ്സേജ് അയച്ചത് ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്?
അതായത് മിനിമം നിയമത്തിന്റെ ബാലപാഠം ഉണ്ടാകണമെങ്കിൽ ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരാക്ട് വേണം. അതായത് ഞങ്ങൾ സംഘം ചേർന്ന് നിന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയിരിക്കട്ടെ, ഞങ്ങളുടെ കോമൺ ആക്ടാണ്. വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ റിനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു, മറ്റു പലരും ഉന്നയിച്ച് കാണാൻ ഇല്ലായിരിക്കാം. ഇതിനെയെല്ലാം കൂടെ കോമൺ ഇന്റന്റിന്റെ ക്ലോസിൽ എങ്ങനെ വരും? പിന്നെ 120O കോസിംഗ് അനോയൻസ്, അതിലൊന്നും നോൺ ബെയിലബിൾ ഇല്ല. 66A സുപ്രീം കോടതി റദ്ദാക്കി. ഇതേപോലെ മിസ്യൂസ് ചെയ്യുന്നത് കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 66A സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പൊ നമ്മുടെ പോലീസ് എന്ത് ചെയ്തു? 67 എടുത്തു. വളരെ വേഗമായിട്ടുള്ള വകുപ്പുകൾ വെച്ച് ഒബ്സീൻ മെറ്റീരിയൽ ഇതിലൂടെ പ്രചരിപ്പിച്ചു. റിനിക്കെതിരെ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ ആണ്, അതെങ്ങനെ ഒബ്സീൻ മെറ്റീരിയൽ ആവും? കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വകുപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയലും ഒബ്സീൻ മെറ്റീരിയലുമാണ്. റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ ബെയിലബിൾ ഒഫൻസ് വരാൻ റിനി മദർ തെരേസ വല്ലതുമാണോ? അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ? ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത്. പോലീസ് ആദ്യം ഹണി റോസിനോട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, രണ്ടാമത് നിയമോപദേശം എടുത്തു, ഇപ്പോഴും കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു? അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു. ഇതുകൊണ്ടാണ്, ഇനി ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരാം, ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി നടത്തിയ നീക്കമാണ്, അതിൽ കോടതി വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കേരള നിയമസഭ, ഇത് എന്റെ വീട്ടിൽ പ്രിന്റ് ചെയ്തതല്ല, കേരള നിയമസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിൽ നമ്പർ 246 പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന്റെ ബില്ലാണ്. ഇത് കഴിഞ്ഞ 6 മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി കൊടുത്തതാണ് ഇത് അവതരിപ്പിക്കാൻ. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റാത്തത്. ഞാനിത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നതല്ല, അതിന്റെ തെളിവുകളടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ പേജ് മറിച്ചു നോക്കിയാൽ MLA നമ്മുടെ സ്പീക്കറിന് കൊടുത്ത ലെറ്റർ കാണാം. അതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തീയതിയും അദ്ദേഹത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ആ കാര്യം കഴിഞ്ഞ 5 മാസമായി ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതായത് ഇത് എൽദോസ് കുന്നപ്പള്ളി MLA ആണ് ഇത് 246 നമ്പറായിട്ട് ബില്ലായി ചെയ്തത്. അന്ന് ശ്രീ VD സതീശൻ അടക്കം അതിനെ തടഞ്ഞു വെക്കുകയും മറ്റും ചെയ്തിരുന്നു. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിനെ വ്യക്തിപരമായി വിളിച്ചു, ഷാഫി പറമ്പിലിനെ വ്യക്തിപരമായി വിളിച്ചു. അതിനുശേഷം ഷാഫിയുടെ ടീമിലെ ഒരാൾ എന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ താല്പര്യമില്ല. അതായത് ഇന്നല്ല കേട്ടോ, 6 മാസം മുമ്പാണ്. കാര്യം അവരെല്ലാം പുരോഗമന സ്ത്രീപക്ഷ എന്താ പ്രോഗ്രസീവ് ലിബറൽസ് ആണല്ലോ. ഇതിന്റെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി യാതൊരു അടുപ്പവുമില്ല, വിരോധവുമില്ല. നിങ്ങളത് അറിഞ്ഞിരിക്കണം. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ കുറിച്ച് പരസ്യമായി പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമി പോയിസൺ ആണ്, കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്നാണ് പബ്ലിക്കലി അടിയാണ്. വ്യക്തിപരമൊന്നുമല്ല കേട്ടോ ഇത്. അദ്ദേഹം അടക്കമുള്ള സോകോൾഡ് പുരോഗമനവാദികൾ പറയുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കേട്ട് കാണും, റിനി എന്നെ കുറിച്ചാണ് പരാതി കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരാ? രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് പരാതി കൊടുത്തത്. പിന്നെ ആരാ? മറ്റേ അവന്തിക എന്റെ സുഹൃത്താണ്. എങ്ങനെയാ നിന്റെ സുഹൃത്ത് അവന്തികയാവുന്നത്? നിന്റെ ജീവിതത്തെ തകർക്കാൻ കള്ളം പറയുകയും നീ റേപ്പ് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദിൽ എന്നെ വിളിച്ചു എന്ന് കള്ളം പറയുന്ന അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് എങ്ങനെയാവും? അത് ഈ നെഹ്റുവിയൻ മതേതര സെക്കുലർ പ്രോഗ്രസീവ് അവരുടെ ഒരു ഫാഷനബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സ്ത്രീപക്ഷം, സ്ത്രീ വിരുദ്ധമാകരുത് ഞങ്ങൾ എന്ന് പറയും. സ്ത്രീ വിരുദ്ധമാവണമെന്ന് ആരും പറഞ്ഞില്ല, പക്ഷെ ആണിനെതിരെയുള്ള വ്യാജ പരാതികൾ ഡീൽ ചെയ്യാൻ വേണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്നിട്ട് ഷാഫിയെ വിളിച്ചു. ഷാഫിയുടെ കൂടെ ഉള്ളവർ പറയുന്നത് ഷാഫിന്റെ ടീമിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആൾക്കാർക്ക് ഈ പുരുഷ കമ്മീഷൻ ബില്ലിനോട് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടാണ് ഷാഫി പിന്നീട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതെന്നാണ്. എന്തായാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. കാര്യം വ്യാജ ആരോപണം വരുമ്പോഴേ നമുക്ക് പൊള്ളൂ. ഇത് നമുക്കെതിരെ വരണം. നാളെ ശ്രീ മുകേഷിനെതിരെയോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ അല്ലെങ്കിൽ വേറെ ആർക്ക് അല്ലെങ്കിൽ ശ്രീ P ശശിക്കെതിരെയോ ചുമ്മാ ആരോപണങ്ങളുടെ പേരിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മുൾമുനയിൽ നിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു മെക്കാനിസം വേണ്ടേ? മേ ബി ഒരു ചോദ്യം കാണും. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, നാളെ നിങ്ങളുടെ മകനെതിരെയാണ് ഇത് വന്നത്, നാളെ നിങ്ങളുടെ അച്ഛനെതിരെയാണ് വന്നത്, നിങ്ങൾക്കെതിരെയാണ് വന്നത്. എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യുമെന്നാ പറയണേ? അങ്ങനെ മാധ്യമരംഗത്ത് നിന്ന് ഇല്ലാതെ ഒരാളാണ് ഗൗരിദാസൻ നായർ സാർ, ദി ഹിന്ദുവിന്റെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്റർ ആയിരുന്ന വ്യക്തി. ഗൗരിദാസൻ നായർ സാർക്കെതിരെ ചെന്നൈയിൽ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗിൽ എഴുതി, ഇദ്ദേഹം എന്റെ നേർക്ക് അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചു. മൊളസ്റ്റ് ചെയ്തു, റേപ്പ് ചെയ്തു, തൊട്ടു പോലും അല്ല, അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചു. പേര് പോലും എഴുതിയിട്ടില്ല. താഴെ വേറൊരാൾ വന്ന് എഴുതി ഗൗരിദാസൻ നായർ അല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാധ്യമ കരിയർ തീർന്നു.
പ്രത്യേകിച്ച് ജേർണലിസ്റ്റിന്റെ പഴയ ഉള്ളവർക്ക് അറിയാം, ഗൗരിദാസ് നായർ സാർ വാസ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സൺ. നമ്മുടെ ചാനൽ ചർച്ചകളിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഏറ്റവും ബഹുമാനിയുള്ള ആളാണ്. എന്ത് പറ്റി? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ലേ? പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളിക്കെതിരെ കേസുണ്ടോ, പരാതിയുണ്ടോ? ഒന്നുമില്ല. ഒരു ബ്ലോഗിൽ ഒരു പെണ്ണെഴുതിയ വരികൾ കൊണ്ട് പുള്ളിയോട് VRS എടുക്കുക ഹിന്ദു പറഞ്ഞു, പുള്ളി പോയി. അങ്ങനെ ഒരു ബ്ലോഗിൽ എരിഞ്ഞടങ്ങാനുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അങ്ങനെ ഒരു ബ്ലോഗിൽ എരിഞ്ഞടങ്ങാൻ നമ്മൾ പാടില്ല. ആരുടെയെങ്കിലും മേഴ്സിയിൽ ജീവിക്കാൻ നമ്മൾ ഈ നാട്ടിലെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഒന്നുമല്ല. അതുകൊണ്ട് VD സതീശൻ ജിയുടെ വാക്കുകളെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, കടലുപോലെ കേരളത്തിൽ മുഴുവൻ എനിക്കെതിരെ വ്യാജ കേസ് എടുത്താലും ഈ വിഷയത്തിൽ ഞങ്ങൾ പിന്മാറാൻ പോടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.